ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ വീണ്ടും മെക്കാനിക്കിന്റെ വേഷം കെട്ടിയോ? കൊള്ളാലോ. ജഗ, വിക്രമുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ബിസിനസ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ടും വന്ദനെ, വിക്രം ഇപ്പൊ ആ പഴയ വിക്രമല്ല, ആളാകെ മാറി. അത് ജഗന്. ജഗ, എനിക്കിപ്പോ തോന്നുന്നത് വിക്രമിനല്ല, ജഗനാണ് അടിമുടി മാറ്റം സംഭവിച്ചതെന്ന. വന്ദനെ, നീ എന്താ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തത്? എന്ത് യാഥാർത്ഥ്യം? എന്റെ വർഷമോളെ കൊന്നവനാണ് വിക്രം. അവനോട് ക്ഷമിച്ചുകൊണ്ട് എനിക്ക് ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണ്ട. ഏയ് വന്ദനെ, ഇതല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതുകൂടെ പറഞ്ഞിട്ട് പോ. ഇപ്പൊ ഈ വീട്ടിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ പണം വേണം. പണത്തിന് എന്താ ഒരു സോഴ്സ്? നീ ഇപ്പൊ പറഞ്ഞില്ലേ ദിയമോക്ക് എക്സലന്റ് അവാർഡ് കിട്ടിയെന്ന്. ആ സ്കൂളിൽ പഠിക്കാൻ മാസത്തിൽ കെട്ടേണ്ട തുക എത്രയാണെന്ന് എനിക്ക് വല്ല നിശ്ചയമുണ്ടോ? ഈ വീടിന്റെ വാടക കൊടുക്കാൻ നിന്റെ പ്രകാശേട്ടനോ അച്ഛനോ ഇല്ലിവിടെ. പ്രകാശേട്ടനെ കൊണ്ട് ഉപ്പ് മുതൽ കർപ്പൂരം വരെ വാങ്ങിപ്പിച്ച് സന്തോഷത്തോടെ വെച്ചു വിളമ്പുന്ന നിന്റെ ഏട്ടത്തി ഇപ്പൊ ഇവിടെ ഇല്ല. അപ്പൊ പിന്നെ ഒരു ജോലിക്കും പോവാതെ ഇതിനകത്ത് കയറിയിരുന്ന് ഭാര്യയും കുഞ്ഞിനെയും പട്ടിണിക്കിടാൻ ഞാൻ തയ്യാറാവണോ? പറ. ജഗ, കാര്യങ്ങളൊന്നും അറിയാഞ്ഞിട്ടല്ല. അയാള് ആ വിക്രം ചതിയനാ. അവൻ ഇനിയും ചതി കാണിക്കും. വന്ദനെ, അങ്ങനെ ആരെങ്കിലും കുഴിക്കുന്ന കള്ളക്കുഴിയിൽ വീഴാൻ ഞാൻ പൊട്ടനൊന്നുമല്ല. ജഗൻ വിക്രമിനെ തേടി പോയതല്ല. നടുറോഡിൽ തട്ടുകട നടത്തി ജീവിക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് വന്നപ്പോ എന്റെ ഗതികേട് കൊണ്ട് ഞാൻ സോറി. ഇതെല്ലാം അവളും കൂടി അറിഞ്ഞ കളിയാവാനാ സാധ്യത. ആ ചന്ദ്രികയെ കൊട്ടാരത്തിനേക്കാൾ വലിയ വീട് വയ്ക്കും. അതിന്റെ പാലുകാച്ചലിന് ക്ഷണിക്കാൻ ഈ കൊട്ടാരത്തിന്റെ മുറ്റത്ത് വരുമെന്ന് ശപഥം ചെയ്തു പോയവളാ. സ്വന്തമായിട്ടൊരു ഓലക്കുടിൽ പോലും ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ തീർത്തതാ അവള്. അതിനാണ് ഈ പരനാറി അവൾ ഇങ്ങോട്ട് അയച്ചത്. അതൊരിക്കലും സംഭവിക്കില്ല. ചന്ദ്രിക അങ്ങനെയൊന്നും ചെയ്യില്ല. എന്താടേ നിനക്ക് അത്രയ്ക്ക് വലിയ ഉറപ്പ്? ചന്ദ്രിക അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിലേ ഇതിനു മുന്നേ സ്വത്തിന്റെ അവകാശവും ചോദിച്ചുകൊണ്ടുള്ള വക്കീൽ നോട്ടീസ് അശോകേട്ടന് കൈപ്പറ്റേണ്ടി വന്നേനെ. അവര് പട്ടിണി കിടന്ന സമയത്ത് പോലും മാധവൻ നായർ ഭാര്യയെ സ്വത്തിനു വേണ്ടി ഇങ്ങോട്ടേക്ക് വിട്ടിട്ടില്ല. ഇനി ഒരിക്കലും അവരത് ചെയ്യാനും പോകുന്നില്ല. അല്ല, ആ വന്ന പ്രകാശൻ ചന്ദ്രികയുടെ മോനാണെന്ന് അശോകേട്ടൻ അറിയില്ലേ?
അവൻ ചന്ദ്രികയുടെയും മാധവൻ നായരുടെയും മുടിയനായ പുത്രൻ പ്രകാശനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അവനെ എനിക്ക് അറിയാമെന്ന് സമ്മതിച്ചു കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ലായിരുന്നു. സ്വത്ത് വീതം വെച്ച് പോവെന്നുള്ള ഭയം അതാണോ ഈ ചേതോ വികാരത്തിന് പിന്നിൽ? ഒന്ന് പോടി. പണം കണ്ട് കണ്ണു മഞ്ഞളിച്ചിട്ടൊന്നുമില്ല ഈ വർമ്മയ്ക്ക്. ഇപ്പൊ ചന്ദ്രിക നേരിട്ട് വന്ന് ഇത് ചോദിച്ചാ ഒരുപക്ഷെ ഞാൻ ഈ സ്വത്ത് കൊടുക്കും. എങ്ങനെ? ഭിക്ഷ കൊടുക്കും പോലെ. വയസ്സാം കാലത്ത് ജനിപ്പിച്ച തന്തയും തള്ളയും നോക്കാതെ അവരെ അടിച്ചിറക്കി വിട്ട ഈ വൃത്തികെട്ടവൻ അമ്മയുടെ സ്വത്തിന്റെ അവകാശവാദവും പറഞ്ഞുകൊണ്ട് വന്ന ഒരു ചില്ലി കാശ് കൊടുക്കില്ല ഞാൻ. ഈ പറയുന്നത് അശോകവർമ്മയാ. ആ നാണവും മാനവും കെട്ട പ്രകാശൻ ഇനി ഈ മുറ്റത്ത് വന്ന് കേറിയ 16-ാം ദിവസം അവന്റെ കുറിയടിയന്തരത്തിന്റെ ഡേറ്റ് എടുക്കേണ്ടി വരും. തേണ്ടി പരീക്ഷ. ഇപ്പൊ ചന്ദ്രിക നേരിട്ട് വന്ന് ഇത് ചോദിച്ചാ ഒരുപക്ഷെ ഞാൻ ഈ സ്വത്ത് കൊടുക്കും. എങ്ങനെ? ഭിക്ഷ കൊടുക്കും പോലെ. പൂട്ടിക്കിടന്ന വർഗീസിന്റെ വർഷാപ്പാണല്ലോ. അത് വീണ്ടും തുടങ്ങിയോ? നന്നായി. തൽക്കാലം വണ്ടി ഇവിടെ കയറ്റി ശരിയാക്കാം. അച്ഛൻ വീണ്ടും മെക്കാനിക്കിന്റെ വേഷം കെട്ടിയോ? കൊള്ളാലോ. അച്ഛാ, മാനത്തെ കൊട്ടാ